ചാക്കോ ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും മറക്കാതെ ആദ്യം തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയുടെ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് പറയുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ടിലായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ പിന്നെ എന്തിനെക്കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നാൽ ഉടനെ അത് സത്യമാണോ കള്ളമാണോ അല്ലെങ്കിൽ ആ ആൾ ആ കാര്യത്തിൽ നിരപരാധിയാണോ എന്നൊന്നും ചിന്തിക്കാതെ ഉടനെ അതിനെതിരെ നെഗറ്റീവ് കമൻസ്, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻസ് കൊണ്ട് നിറയുകയാണ്. കാരണം ആൾക്കാർ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പം തോന്നുന്ന കാര്യം എന്താണോ അത് ഉടനെ അങ്ങ് ഇട്ടേക്കോ. ഇപ്പം ഒരു ന്യൂസ് വരികയാണ്, ആ ആൾ അതിൻ്റെ അകത്ത് നിരപരാധിയാണോ, അതിൻ്റെ അകത്ത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഉടനെ കമൻ്റ് ഇട്ട് നമ്മളങ്ങ് നിറച്ചു വെച്ചാൽ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇതുപോലുള്ള കമൻസ് ഇടുന്നത്? കാരണം ഒരാളുടെ മരണവാർത്ത വന്നാൽ പോലും മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് എന്തൊക്കെ കമൻസ്, അവരുടെ ഫോട്ടോ വെച്ചിട്ട് ട്രോളുക. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, കഴിഞ്ഞ ദിവസമായിരുന്നു ഷൈൻ ടോമും അദ്ദേഹത്തിൻ്റെ കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നതും. അതുപോലെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന യാത്രയെ മധ്യയായിരുന്നു അപകടം ഉണ്ടായത്. അതിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഷൈൻ ടോമിൻ്റെ അച്ഛൻ ചാക്കോ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഷൈനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ നല്ല രീതിയിൽ പരിക്കുണ്ട്. ഷൈൻ ഏറ്റവും അധികമായിട്ട് അമ്മയ്ക്കും ഷൈനും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഷൈൻ്റെ അച്ഛൻ മരിച്ച അപ്പം അച്ഛൻ്റെ ഫോട്ടോയോടുകൂടിയുള്ള വാർത്ത പൊയ്ക്കൊണ്ടിരിക്കുന്ന ചാനലിൽ, ന്യൂസ് ചാനലിൻ്റെ ആ ന്യൂസിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് എന്തൊക്കെ രൂക്ഷ വിമർശനങ്ങൾ, തെറികൾ, എന്ത് നെഗറ്റീവ് കമൻസാണ് നിങ്ങളിടുന്നത്. സത്യം പറഞ്ഞ മലയാളികൾ ഇത്രയും അധികം അതപ്പതിച്ചു പോയോ എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം വേട്ട നായ്ക്കളെക്കാട്ടി ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. എന്തറിഞ്ഞിട്ടാണ്? നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണ്. നിങ്ങൾ അവരുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഷൈൻ എന്ത് തെറ്റും ചെയ്തോട്ടെ. ഷൈന് ഇപ്പം ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് മർഡർ ചെയ്യുമോ, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും വെട്ടിക്കൊലപ്പെടുത്തുമോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഷൈൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. കഞ്ചാവ് കേസുകൊണ്ട് സമ്മതിച്ചു. ഞാൻ ഷൈനെ ന്യായീകരിക്കുകയല്ല. കഴിഞ്ഞ ദിവസം ഒരു നടി കേസ് കൊണ്ടുവന്നു, പിന്നെ കേസ് കൊടുക്കുന്നില്ല, നടി കേസിൻ്റെ പുറകെ പോകുന്നില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞ് ഇപ്പം ആ നടിയാണെങ്കിലും കേസ് കൊടുത്ത സംഭവത്തിൽ ഷൈനെതിരെ ആരോപിക്കുന്ന കുറ്റമെന്ന് പറയുന്ന ലൈംഗിക ചുവയുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായി എന്നാണ്. അല്ലാതെ റേപ്പ് ചെയ്യാൻ വന്നെന്നോ പീഡിപ്പിച്ചെന്നോ ഈ വക വാർത്തകളൊന്നും വന്നിട്ടില്ല. അല്ല, കഞ്ചാവ് കേസ് ഞാൻ ന്യായീകരിച്ച് ഷൈനെ ന്യായീകരിക്കുകയല്ല, ഷൈൻ എന്ന വ്യക്തിയെയും ഞാൻ ന്യായീകരിച്ച് പറയുകയല്ല. ഇതിനെക്കാട്ടി വലിയ തെറ്റുകൾ ചെയ്തവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവർ ഇത്രയും അധികം ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഷൈൻ്റെ പിതാവാണ് മരിച്ചിരിക്കുന്നത്. അത്രയും സ്നേഹമുള്ള ഷൈൻ, അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ അച്ഛന്മാരെ ഒരു നിമിഷം നമ്മളൊന്ന് ഓർത്തേച്ചാൽ മതി, ഇതുപോലുള്ള നെഗറ്റീവ് കമൻസ് ഇടത്തില്ല. ഒരിക്കലും അച്ഛന്മാരെ, വ്യക്തികളെ ബഹുമാനിക്കുന്നവരോ സ്നേഹിക്കുന്നവരോ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇത്രയും അധികം തെറികളും വൃത്തികെട്ട കമൻറ്റുകളും ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതൊന്നും നമുക്ക് ഇടാൻ തോന്നത്തില്ല എന്നാണ് പറയുന്നത്. ഇത്രയും അധികം അത് വളരെയധികം മോശമായി പോയെന്ന് എനിക്ക് തോന്നിയൊരു വിഷയമാണ്. അല്ലെങ്കിൽ ഞാനിതിനെക്കുറിച്ച് സംസാരിക്കാൻ വരത്തില്ല. ഞാനങ്ങനെ എല്ലാ ടോപ്പിക്കും എടുത്ത് സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ പ്രതികരിച്ച് വീഡിയോ ചെയ്യാറുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഷൈൻ ടോമിൻ്റെ നാട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ ഷൈൻ ടോമിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, അത്രയും നല്ലൊരു മനുഷ്യൻ, എല്ലാവർക്കും ദാനം ചെയ്യുന്നതും കൊടുക്കാൻ മനസ്സുള്ളതും എല്ലാവരും നല്ല ഇടപെടലും കാര്യങ്ങളും ഒക്കെയുള്ള അത്രയും നല്ലൊരു മനുഷ്യനാണ് ചാക്കോ എന്ന അദ്ദേഹം. ഇപ്പം നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ആർക്കും ദാനം ചെയ്യുന്നില്ല, എങ്കിലും അതൊരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന കൊടുക്കാമായിരുന്നു. ഇത്രയും നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതൊരു മനുഷ്യനാണ് എന്നൊരു പരിഗണന കൊടുക്കാമായിരുന്നു. ഈ എല്ലാ കമൻറ്റിനും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കാട്ടി നമ്മളെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് ഇതുപോലെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും. അതും എന്ത് തെറിയൊക്കെയാണ് പറയുന്നതെന്നറിയാമോ? ആ കമൻറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. അത്രയും അധികം നെഗറ്റീവ് കമൻസാണ് പറയുന്നത്.
നമ്മൾ ഒരു ദിവസം ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അച്ഛനാണ് ഈ അവസ്ഥ വരുന്നെങ്കിൽ, നമ്മളെ ഇത്രയും നാൾ കൊഞ്ചിച്ച് വളർത്തിയ, നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും എല്ലാവരും ഷൈനെ എന്താണ് പറയുന്നത്, കൂടെ നിൽക്കാതെ വന്ന സമയത്തും ഷൈൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയായിരിക്കണം. അതെനിക്ക് ഷൈൻ ഇത്രയും അടുപ്പമുള്ള ഒരു വ്യക്തി. ഷൈൻ നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ടിട്ട് പോലും അതിൻ്റെ താഴെ ഇത്രയും കമൻറ്റും, അതും പുള്ളിക്കാരൻ്റെ അവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ട് എന്തൊക്കെ ട്രോളുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചിരി തോന്നുന്നുണ്ടോ? ഇത്രയും അതപ്പതിച്ചൊരു മനുഷ്യർ വേറെ കാണത്തില്ല. മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇനി അത് പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റുമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരരുത്. ഞാൻ ഇത്ര ആൾക്കാരെ മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ബൈക്കേറ്റ് നമ്മളിപ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു മനുഷ്യനാണ്. അതിലുപരി അദ്ദേഹം ഒരു അച്ഛനാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. അദ്ദേഹം ഒരുപാട് സ്നേഹിച്ച മക്കളുണ്ട്. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. ഇത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു അച്ഛനെയും പോലെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, കുടുംബമുണ്ട്. അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനെ ഒരു നിമിഷം ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളിടുന്ന ഈ കമൻറ്റുകളും കാര്യം, ഒന്നാമതേ അവർക്ക് മാനസിക അവസ്ഥ അത്രയ്ക്കും ബുദ്ധിമുട്ടാവുന്ന സമയമാണ്. അത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് അവരെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഈ കമൻറ്റ് സെക്ഷനിൽ വരുന്ന കമൻറ്റുകളും കൂടെ കണ്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലാണ് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അതിൽ വാർത്തയുണ്ടാകുമ്പോൾ അതിൽ കമൻറ്റ് സെക്ഷനിൽ ഇതുപോലെയുള്ള തെറിവിളികളും വൃത്തികെട്ട കമൻറ്റുകളും ട്രോളുകളും ചിരിക്കുന്ന രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഫോട്ടോ വെച്ചുണ്ടാകുമ്പോൾ നമുക്ക് മക്കളെന്ന രീതിയിൽ നമുക്ക് എന്തും വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിക്കുക. ഷൈൻ എന്ത് തെറ്റും ചെയ്തോട്ടെ, അതിന് അച്ഛനെ എന്തിനാണ് ക്രൂശിക്കുന്നത്? ആ പാവം മനുഷ്യൻ്റെ മരണ വാർത്ത നമുക്ക് ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരണമെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ഇടാതിരിക്കുക. നമ്മുടെ വീട്ടിലെ അവസ്ഥ നമ്മുടെ അച്ഛനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ കമൻ്റ് ഇടുക. ഈ കമൻ്റ് അവർ കാണുന്നുണ്ട് എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ ഇത്ര വേട്ടനായ്ക്കളെ പോലെ ക്രൂരമായി ആക്രമിക്കേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കമൻ്റ് ഇടുന്ന നാട്ടുകാരോട് ഞാൻ പറയാം, നിങ്ങൾ അവരെ വെറുതെ വിടുക. അവരുടെ കുടുംബം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അവർ മരിച്ചതിൽ അതിലുപരി ഒരു സർജറിയും കൂടെ ഷൈനുണ്ട്. ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സർജറിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നമ്മളതൊക്കെ ചിന്തിച്ച് നോക്കണം. അല്ല ചുമ്മാ ഇപ്പോൾ ഒരാളുടെ കാര്യത്തിൽ അത് ഇപ്പോൾ വേറൊരു ന്യൂസാണെങ്കിൽ പോലും അത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും അറിയാതെ നമ്മൾ ഇതുപോലെയുള്ള കമൻറ്റും കാര്യങ്ങളും ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായ മലയാളികൾക്ക് വിവേചന ബുദ്ധി നശിച്ചെന്നാണ് തോന്നുന്നതെന്നാണ് ഈ രൂക്ഷമായ കമൻറ്റുകൾ കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞ് ഒരാൾ, ഇതെൻ്റെ വാക്കുകളല്ല കേട്ടോ, ഒരാൾ പോസ്റ്റ് ഇട്ടതാണ്. ഛായാഗ്രഹനായിട്ടുള്ള വിഷ്ണു ആമി എന്ന വ്യക്തിയാണ് ആദ്യമായി ഇതിനെതിരെ ഒരു പോസ്റ്റ്. ഇത്രയും ക്രൂശിക്കേണ്ട കാര്യമില്ല, വേട്ടനായ്ക്കളെ പോലെ ക്രൂരമായി അവരെ ആക്രമിക്കാതിരിക്കുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ചാക്കോ എന്ന ഡാഡി എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ശുക്രൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ പുള്ളിക്കാരൻ വന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എന്തിനാ കൊച്ചെ എൻ്റെ ഫോട്ടോ എടുത്തേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഡാഡിയുടെ പിറന്നാളിനിടാനാണ്. പക്ഷേ അദ്ദേഹം വിഷമിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ആവശ്യത്തിന് പോസ്റ്റ് ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്ത് ഒരുപാട് ദുഃഖിച്ച് തന്നെയാണ് ആ പോസ്റ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ആക്രമിക്കരുതെന്ന്. അതുപോലെ തന്നെ ആസിഫ് അലി ആണെങ്കിലും ഒരുപാട് നമ്മൾ ഷൈൻ്റെ തമാശകളൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ വന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഷൈൻ എന്ന വ്യക്തിനെ നമ്മളിപ്പോൾ ചേർത്ത് പിടിക്കേണ്ട സമയമാണെന്ന് പറയുന്നത്. ഇപ്പോൾ വിഷ്ണു ആമിയുടെ ആസിഫ് അലിയുടെയൊക്കെ മനസ്സ് അത്രയും നല്ലതായിട്ടാണ് അവരങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മരണമുണ്ടായിരുന്നു. കാരണം സൗമ്യ കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടി വാദിച്ച സൗമ്യ എന്ന പെൺകുട്ടി അനുഭവിച്ച ദുഃഖം, എത്രത്തോളം വേദന സഹിച്ചാണ് ആ കുട്ടി മരിച്ചതെന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് വാദിച്ച വക്കീൽ, ഞാൻ പേര് പറയുന്നില്ല, മരിച്ച വ്യക്തിയിലെ പോട്ടെ, പേര് പറയുന്നില്ല. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വക്കീൽ മരിച്ച സമയത്ത് ഒരു കമൻറ്റ് ബോക്സിൽ പോലും പുള്ളിക്കാരൻ മരിച്ചതിൽ വിഷമിച്ച് ഒരു കമൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ ഏറെ സന്തോഷിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരു പെണ്ണെന്ന രീതിയിൽ ഏറെ സന്തോഷിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം എനിക്ക് അങ്ങേരെ എനിക്കെന്നല്ല, മലയാളികൾ ആർക്കും അങ്ങേരെ കണ്ണെടുത്ത കാണാം. അതുപോലെ ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യനാണോ അത്? ഒരു മനുഷ്യനോട് പോലും, ഒരു വ്യക്തിയോട് പോലും മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെയൊക്കെ ജീവിച്ചവർ മരിച്ചതിൽ തന്നെ ആരും ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നില്ല. എത്രയൊക്കെ നമ്മൾ കാശിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഇച്ചിരിയൊക്കെ മനുഷ്യത്വം മനുഷ്യനാകാവുന്നതേ ഉള്ളൂ. അതുപോലെ
ഒരു വിധത്തിൽ അയാൾ മരിച്ചത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് കമൻസ്. പക്ഷേ അത് എല്ലാം നമുക്ക് പോസിറ്റീവ് കമൻസാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോകുമ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ആയിക്കോട്ടെ, ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അവർ ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് മരിച്ചു പോയതെന്ന് പറയാം. പക്ഷേ അതല്ല, ഇത് നേരെ വിപരീതമാണ്. ഏറ്റവും നല്ലൊരു വ്യക്തിയും ഏറ്റവും സ്നേഹമുള്ളവർ. അത് നമുക്ക് ഷൈനോട് എന്തെങ്കിലും ആൾക്കാർക്ക് ദേഷ്യമുണ്ട്, ഷൈനെ ആ കേസിലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ദേഷ്യം ആ അച്ഛനോട് കാണിക്കാതിരിക്കുക. ഇനി ഇങ്ങനെ ഒരു മരണവാർത്ത വന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ വീട്ടിലെ അവസ്ഥ ചിന്തിച്ചിട്ട്, നമ്മുടെ വീട്ടിലാണിത് നടക്കുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രയാസം മാനസികമായിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ കമൻ്റ് ഇടാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മരണവാർത്ത, അതും ഫോട്ടോ വെച്ചിട്ടുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ദൈവത്തെ ഓർത്ത് ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യരുത്. സത്യത്തിൽ ഇത് ഈ വൃത്തികെട്ട കാര്യത്തിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർ വീണ്ടും ട്രോള് വീഡിയോകളും കാര്യങ്ങളും ഫോട്ടോ വെച്ചൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യരുത്. അവർ കമൻറ്റ് സെക്ഷനിൽ പോയി ഒരു കമൻറ്റ് പോലും ഇട്ട് സപ്പോർട്ട് ചെയ്യരുത് ഇങ്ങനെയുള്ള ആൾക്കാരെ. കാരണം മരണ വാർത്ത പോലും നമ്മൾ ആഘോഷിക്കാതിരിക്കുക. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയെങ്കിലും ഞാൻ പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥയാണ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറയാൻ തോന്നുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കും. കാര്യങ്ങൾ അറിയാതെ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.